സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഇന്നത്തെ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി തരാം കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ഹെവി മേക്കപ്പ് ചെയ്തിട്ടില്ല. എനിക്ക് എപ്പോഴും മിനിമൽ ആയിട്ടുള്ള ഒരു ലുക്കാണ് ഇഷ്ടം. അപ്പോൾ എൻ്റെ കംഫർട്ടിനനുസരിച്ചാണ് ഞാൻ ഇതുവരെ മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രൊഡക്ട്സ് എന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് അടിപൊളിയാട്ടോ, ജെൽ ടൈപ്പാണ് വരുന്നത്. ഇത് മാത്രം അപ്ലൈ ചെയ്തിട്ടും ഞാൻ പുറത്തിറങ്ങാറുണ്ട്, പെട്ടെന്ന് അബ്സോർവ് ആയി കിട്ടും. ഇത് അടിപൊളിയാണ്. സെക്കൻഡ് പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത് സൺസ്ക്രീനും. ഇത് അക്ലോജിക്കയുടെ സൺസ്ക്രീനാണ്. ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതും അടിപൊളിയാണ്. ഇതിട്ടാലും വൈറ്റ് കാസ്റ്റ് ഒന്നും ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. സൺസ്ക്രീൻ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാട്ടോ മാമ എർത്തിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ. ഇതും ഒരു ജെൽ ടൈപ്പാട്ടോ വരുന്നത്. സംഭവം എന്തായാലും രണ്ടും സെറ്റാണ്. ഈ സൺസ്ക്രീനിന് നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ. അങ്ങനെ തേർഡ് പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാമല്ലേ. തേർഡ് പ്രൊഡക്റ്റ് പോൺസിൻ്റെ തന്നെ ബ്യൂട്ടി ബ്രൈറ്റ് ക്രീമാണ്. ഇതിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല, അത്ര അടിപൊളിയാണ്. ഞാൻ ആദ്യം കോമ്പാക്ട് പൗഡർ ആയിരുന്നു യൂസ് ചെയ്തത്. പിന്നെ അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞപ്പോൾ പുതിയതൊന്നും വാങ്ങാനൊന്നും നിന്നില്ല. പോൺസിൻ്റെ ഈ പുതിയത് ലോഞ്ച് ചെയ്തപ്പോൾ ഇതൊന്ന് വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാങ്ങിയതാണ്. സംഭവം സെറ്റാണ്. ഇത് തുറന്നതാ ഇങ്ങനൊരു സെറ്റപ്പാട്ടോ ഇതിൻ്റെ ഉള്ളിൽ. സംഭവം എന്തായാലും കൊള്ളാം, എനിക്കിഷ്ടമായി. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം തന്നെ ഒരു ഗ്ലോ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ തേർഡ് പ്രൊഡക്റ്റ്. ഇത് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് എന്നൊന്ന് നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. ഐലൈനറാണ്. ആദ്യം ഞാൻ ഐടെക്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇതിലേക്ക് മാറിയിട്ടോ, കാരണം ഇത് വാട്ടർ പ്രൂഫാണ്. ലാക്മിയുടെ പർപ്പിളിൽ നിന്ന് പർച്ചേസ് ചെയ്തത് തന്നെയാണ്. ഇപ്പോൾ ഐലൈനറിൽ എൻ്റെ ഫേവറേറ്റ് ഇതാണ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ലിപ് ബാമാണ്. ലേബലിലൂടെ ലിപ് ബാം ആട്ടോ ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ചുണ്ടൊക്കെ വിള്ളൽ വരുമ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. എനിക്ക് ഒത്തിരി മാറ്റം ഉണ്ടാവാറുണ്ട്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്നൊന്നും വാങ്ങിയതല്ല കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ഖത്തറിൽ നിന്ന് വരുമ്പോൾ എനിക്ക് കൊണ്ടുവന്നതാണ്. എന്തായാലും സംഭവം സൂപ്പറാണ്. നെക്സ്റ്റ് ലിപ് ലൈനറാണ്. സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ അടിപൊളിയാട്ടോ. ഇതിൻ്റെ എല്ലാ ഷെയ്ഡ് നമ്പറും ഞാൻ സ്ക്രീനിൽ ഒരു ഭാഗത്ത് കൊടുക്കാം. അതുപോലെ ഇത് ഞാൻ വാങ്ങിയത് തായ്ലാൻഡ് പോകുന്നതിൻ്റെ മുന്നേ വാങ്ങിയതാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ആക്കുന്നത്. എന്തായാലും ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലെങ്കിലും ഇത് മാത്രം അപ്ലൈ ചെയ്താലും അടിപൊളിയാണ്. ഇനി എൻ്റെ കയ്യിൽ ലിപ്സ്റ്റിക് ഏതൊക്കെ നോക്കാം. ഇതാണ് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയ ആദ്യത്തെ ലിപ്സ്റ്റിക്ക്. നല്ല അടിപൊളി ഷെയ്ഡാണ് ഗൈസ്, ഒന്നും പറയാനില്ല. ഇത് കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സങ്കടമുണ്ട്. പിന്നീട് ഞാൻ ഓൺലൈനിൽ പുറത്ത് പോയപ്പോൾ ഒന്നും ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ ഞാൻ എന്തായാലും സ്ക്രീനിൽ കൊടുക്കാം. എന്തായാലും ഇതിൻ്റെ ആത്മാവ് വരെ ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാനിത് അന്വേഷിക്കാത്ത ഓൺലൈൻ വെബ്സൈറ്റും അതുപോലെ തന്നെ ഷോപ്പും ഇല്ല കേട്ടോ. അത്ര അടിപൊളിയാണ്. ഇതിപ്പോൾ അതിലില്ലാത്ത കാരണമാണ് ഇങ്ങനെ ലൈറ്റ് കളറായിട്ട് കാണുന്നത്. ഇത് കഴിഞ്ഞെങ്കിലും ഇതിൻ്റെ ബോട്ടിൽ ഞാൻ ഇതുവരെ കളഞ്ഞിട്ടില്ല കേട്ടോ. ഇത് ഞാൻ കളയത്തുമില്ല. എപ്പോൾ ഷോപ്പിൽ പോയാലും ഈ ഒരു ഷെയ്ഡിന് ലിപ്സ്റ്റിക് ഉണ്ടോ നോട്ടാ ഞാൻ ആദ്യം തിരയാറ്. എന്തായാലും ഇതുവരെ അതിൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. അത് പോട്ടെ. ഇനി നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് കാണിക്കാം. ഇത് ഞാൻ അത് കഴിഞ്ഞ ശേഷം വാങ്ങിയതാണ്. ഇബയുടെ കാരമൽ ന്യൂഡ് എന്ന് പറഞ്ഞ ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കാണ്. ഇത് വാട്ടർ പ്രൂഫ് ഒന്നും അല്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ മാത്രമേ ഇത് നിൽക്കുള്ളൂ. പിന്നെ പോയാൽ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്തായാലും സംഭവം നല്ല അടിപൊളി ഷെയ്ഡാണ്, എനിക്കിഷ്ടമായി. നല്ല സ്മെല്ലുമാണ്. ഇത് വാങ്ങിയ ശേഷമാണ് ഇതേ ഷെയ്ഡിലുള്ള വേറെ ഏതെങ്കിലും വാട്ടർ പ്രൂഫുള്ള ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്താണ് വേറെ ലിപ്സ്റ്റിക്ക് ട്രെൻഡിങ് ആയിട്ട് വന്നത്. ഏതാണെന്ന് എല്ലാവർക്കും അറിയുണ്ടാവും. നമ്മുടെ ഫേസസ് കാൻഡയുടെ വാവ് മാറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡില്ലേ, ഇത് ഞാൻ ഇക്കാൻ്റെ അടുത്തേക്ക് പോകുന്നതിൻ്റെ മുന്നേ പർപ്പിളിൽ നിന്ന് വേഗം ഓർഡർ എടുത്ത് കിട്ടിയതാണ്. ഇത് അതിൻ്റെ ടോപ്പെല്ലാം പൊട്ടിയിട്ടുണ്ട്. അതെങ്ങനെയെന്ന് എനിക്ക് ഒരു പിടുത്തമല്ല കേട്ടോ. സംഭവം എന്തായാലും അടിപൊളിയാണ്. വാട്ടർ പ്രൂഫാണ്, ഫുഡ് പ്രൂഫാണ്, അങ്ങനെ ഇല്ലാത്തതൊന്നും ഇതിലില്ല. എന്തായാലും സംഭവം സെറ്റാണ്. ഇതൊന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്താലും നല്ലൊരു ഷെയ്ഡാട്ടോ കിട്ടാറും. അപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക്. നെക്സ്റ്റ് ലിപ്സ്റ്റിക്കിനെ കുറിച്ച് ഒരു കഥ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇത് ഞാൻ സുഡിയോയിൽ നിന്ന് വാങ്ങിയതാണ്. എൻ്റെ കസിൻ്റെ കയ്യിൽ കണ്ടിട്ട് അവൾ ഇനി സുഡിയോ പോകുമ്പോൾ എനിക്കും ഇതേ ഒരു ഷെയ്ഡ് വാങ്ങണം എന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. ഇതിനെ എന്താ ഇങ്ങനെ സെല്ലോ ടൈപ്പ് വെച്ച് ഒട്ടിച്ചേക്കണമെന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ എല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഇത് വാങ്ങിയ സമയത്ത് ഇതിന് യാതൊരു കുഴപ്പം പുറം കൊണ്ടുണ്ടായിരുന്നില്ല. അത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് അതാകെ ഉള്ളിൽ ഡാമേജ് ആയി ഇരിക്കുകയായിരുന്നു കേട്ടോ. ഈ ഒരു അവസ്ഥയായിരുന്നു ഇതിന്. ഇത് ഞാൻ ഇക്കാൻ്റെ അടുത്ത് പോണതിൻ്റെ തലേ ദിവസമാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇങ്ങനെ കൊണ്ടുപോയാൽ എൻ്റെ മേക്കപ്പ് പൗച്ച് എല്ലാം ഒരു വിധവും. അതുകൊണ്ട് ഈ ഒരു സെല്ലോ ടൈപ്പ് വെച്ച് ഒട്ടിച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോയത്. സംഭവം എന്തായാലും നല്ല അടിപൊളി ഷെയ്ഡാണ്. പക്ഷേ ഈ ഒരു ഡാമേജ് വന്നത് മാത്രമാണ് ഇതിനൊരു ഫോൾട്ട് ഉള്ളത്. കണ്ടോ, നല്ലൊരു ഷെയ്ഡാട്ടോ ഇത്.
എല്ലാ സ്കിൻ ടോണിനും മാച്ചായി പോകുന്നൊരു ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് സുഡിയോയിൽ നിന്ന് ഒരു ലിപ്സ്റ്റിക്ക് പർച്ചേസ് ചെയ്തത്. അതെന്തായാലും ഇതായി നല്ല ഡാമേജോടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. വാങ്ങിയ സാധനം ഇങ്ങനെ ഡാമേജായി കിട്ടിയാൽ ഇപ്പോൾ ഏത് നേരവും ഈ ഒരു സെല്ലോ ടൈപ്പ് വെച്ച് ഒട്ടിക്കാതെ അതിനെ എവിടെയും കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ ഫേസ് സ്കാനർ ലിപ്സ്റ്റിക്കും സുഡിയോയിൽ നിന്ന് വാങ്ങിയ ലിപ്സ്റ്റിക്കും തമ്മിൽ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഷെയ്ഡ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് പ്രൊഡക്റ്റ്. വളരെ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഫൗണ്ടേഷൻ ഒന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇട്ടിട്ടില്ല. എനിക്കത് ഇടാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.